ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മനോഭാവങ്ങളിൽ പ്രകടമായി നിൽക്കുന്ന ഒരു മനോഭാവമാണ് സ്നേഹത്തോടെ. വെറും സ്നേഹമല്ല, തികഞ്ഞ സ്നേഹത്തോടെ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുർബാനയെ കൃത്യമായിട്ടും നിർവചിക്കുമ്പം പറയുകയാണ്, വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസികളുടെ ഉള്ളിലിങ്ങനെ വളരെ കൃപയോടെ നിൽക്കേണ്ട ഒരു ചൈതന്യമാണ് സ്നേഹത്തിൻ്റെ ചൈതന്യം. ഒട്ടും സ്നേഹം കുറയാൻ പാടില്ല. സ്നേഹം പറ്റിയാൽ, മൊബീച്ചൻ്റെ വാക്കുകളിലൊക്കെ പറഞ്ഞാൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ, സുവിശേഷത്തിൽ, അവൻ്റെ ബന്ധങ്ങളിൽ സ്നേഹം മൈനസ് ചെയ്താൽ പിന്നെ അത് ഒന്നുമില്ലണ്ടായി. വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊറിന്തോസ് 13 പ്രത്യേകിച്ചും 4 മുതലുള്ള വചനം വായിക്കുമ്പം ആ സ്നേഹത്തിൻ്റെ വാഴ്ത്തുകൾ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, കോപിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല. അങ്ങനെ സ്നേഹമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളെ ഇങ്ങനെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാവണം എഫെസസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ തക്കവിധം നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാൻ, അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിങ്ങൾ പരിപൂർണരാകാൻ ഇടയാവട്ടെ. അതായത് സ്നേഹത്തിലിങ്ങനെ വേരുപാകപ്പെട്ട ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറുമ്പം നമുക്ക് വിശുദ്ധ കുർബാന ഈ സ്നേഹത്തിൻ്റെ പരിപൂർണ രൂപമായതുകൊണ്ട്, സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായി വെളിപ്പെടുത്തലായതുകൊണ്ട്, സത്യത്തിൽ കുർബാന അതല്ലേ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അത് കുരിശിൽ അർപ്പിക്കപ്പെടുകയും അതിൻ്റെ തലേ ദിവസം പെസഹാത്തൊരു നാളിൽ അത് കുർബാനയായി മാറുകയുമാണ്. സ്നേഹം ഇങ്ങനെ ഉറഞ്ഞുകൂടി അത് പരിശുദ്ധ കുർബാനയായി എന്നൊക്കെ പറയും. ഇൻസുനു ജെസു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, എൻ്റെ സ്നേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ദിവ്യകാരുണ്യം. എൻ്റെ പ്രവൃത്തികൾക്കൊന്നിനും അതിനെ കടത്തിവെട്ടാനാവില്ല. സൃഷ്ടിയേക്കാൾ വലുതാണ് ദിവ്യകാരുണ്യം. ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മകുടമാണ് ദിവ്യകാരുണ്യം. അപ്പം സ്നേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി പുണ്യവാൻ പറഞ്ഞില്ലേ, ദൈവം ദൈവമായിരിക്കെ ഈ കുർബാനയേക്കാൾ വലിയൊരു സമ്മാനം നൽകാൻ അവിടുത്തെ കയ്യിലില്ല. അപ്പം ദൈവം നൽകിയ, സ്വർഗം നൽകിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചറിയണം. മദർ തെരേസയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നെ ബലപ്പെടുത്തുന്നത് ഈ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. കുർബാനയില്ലാതെ ജീവിതയാത്ര സാധ്യമല്ല. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം പാവങ്ങളെ സ്നേഹിക്കാൻ, അവരെ സഹായിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്നു. ഈ സ്നേഹത്തിൻ്റെ കരുത്തില്ലാതെ എൻ്റെ യാത്ര സാധ്യമല്ല. ഇത്ര സുന്ദരമായിട്ടാണ് മദർ പറഞ്ഞു വയ്ക്കുക. അപ്പം സ്നേഹത്തിൻ്റെ കരുത്ത് ആവോളം ആവാഹിച്ച് ആർജിച്ചെടുത്തിട്ട് വേണം ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം തൻ്റെ ശുശ്രൂഷാ പന്ഥാവിലേക്ക് ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൗസ്റ്റീന പുണ്യവതി പറഞ്ഞു വെച്ചു, ഈശോയോടുള്ള സ്നേഹം അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്നത് കുർബാനയുടെ സമയത്ത്. അപ്പോൾ ഈശോയുടെ സ്നേഹം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനായിട്ട് സഹായകമാകുന്ന സമയം ഏത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയുടെ സമയമാണ്. നോക്കിക്ക് പ്രിയപ്പെട്ടവരെ, സ്നേഹം ചോർന്നു പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ബന്ധങ്ങളിലാവാം, കുടുംബത്തിലാവാം, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം, ഏത് ജീവിതാന്തസ്ഥനാണെങ്കിലും നമ്മൾ പറയില്ലേ, ഒരു നിർജീവകരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈശോ കൃത്യമായിട്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ചൂടോ തണുപ്പോ ഇല്ലാത്ത വിധം സ്നേഹം ഉറഞ്ഞു പോകുകയാണ്. സ്നേഹമില്ലാത്തൊരു ജീവിതത്തിന് ഇക്കാലത്തെ സ്വാധീനിക്കാനാവില്ല. സ്നേഹത്തിനും സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള സ്വാധീന ശേഷിയുണ്ട്. ഇഷ്ടമെന്നൊക്കെ പറയണത് ഒരു വികാരമാണ്, അതെന്തിനോടെങ്കിലും മാത്രം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ സ്നേഹമൊരു സ്വഭാവമാണ്. നാം അറിയാതെ അതിങ്ങനെ ജീവിതത്തിൻ്റെ ഭാവമായിട്ട് മാറണം. കുർബാനയെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കൊരു മന്ത്രം പോലെ പറയാൻ പറ്റും. വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഈശോയെ കുർബാനയെ ഞാൻ സ്നേഹിക്കുന്നു, കുർബാനയുടെ ആത്മീയത ഞാൻ സ്നേഹിക്കുന്നു, കുർബാനയോടൊത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിതത്തെ കുറേയും കൂടെ ഈ സ്നേഹത്തിൻ്റെ തീരത്ത്, പുണ്യത്തിൻ്റെ തീരത്തൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ? കുർബാനയെ സ്നേഹിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ എന്നുവെച്ചാൽ കുർബാന മുടങ്ങുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കഴിയാത്ത വിധം ചങ്കിൽ ഭാരമായി മാറുന്നവർ, 2-3 വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്നവർ,
തീർന്നില്ല. മണിക്കൂറുകൾ ദിവികാരുണ്യ സന്നിധിയിൽ പോയി ആ സ്നേഹത്തിൻ്റെ അനുഭവത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവർ, ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാൻ കഴിയുക എന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അത്ര ഭാരമായി മാറുന്നവർ. കോവിഡ് കാലത്തൊക്കെ 100-125 കിലോമീറ്റർ വൺ സൈഡ് ഡ്രൈവ് ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കുർബാനയുള്ള സ്നേഹം കൊണ്ട് ജ്വലിച്ച മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് 1 കൊറിന്തോസ് 13:2 മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കും, മലകൾ മാറ്റാൻ തക്ക വിധം വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. മത്തായി സുവിശേഷം 5:23-24 പറയും, ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ കടന്നു വരുമ്പം മറ്റെന്തിനേക്കാളും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് സ്നേഹരാഹിത്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ടാണ് ബലിവസ്തു അവിടെ വെച്ചിട്ട് ബലിയർപ്പിക്കാൻ, രമ്യതപ്പെടാൻ, എന്നിട്ട് ബലിയർപ്പിക്കാൻ കടന്നു വരിക എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹത്തിൻ്റെ പരിപൂർണ രൂപമാണ് തൃത്വം. അപ്പം കൂട്ടായ്മയിൽ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ച് ബലിയോട് ചേരാൻ കഴിയുന്നെങ്കിൽ, ആ തൃത്വത്തിൻ്റെ സ്പിരിറ്റോട് കൂടിയിട്ട് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ കുർബാനയുടെ വില, ആ സ്നേഹത്തിൻ്റെ വില, ആ സ്നേഹത്തിന് വേണ്ടി നാം കൊടുക്കുന്ന സമർപ്പണത്തിൻ്റെ മൂല്യം സ്വർഗം വേറെ അനുഗ്രഹമുള്ളതാക്കി രൂപാന്തരപ്പെടുത്തില്ലേ. നമുക്കും കൃപയോടുകൂടെ പ്രാർത്ഥിക്കാം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സ്നേഹരാഹിത്യത്തോടുകൂടെ ഈ സ്നേഹമില്ലാതെ, ഉള്ളിൽ അടുപ്പമില്ലാതെ, ആത്മബന്ധമില്ലാതെ, വേണമെങ്കിൽ ഈ സ്നേഹത്തെ ഒരു പടി കൂടെ കയറ്റിയിട്ട് പ്രണയമെന്നൊക്കെ വിളിക്കാം. കുർബാനയോട് ഒരു പ്രണയാർദ്രമായ അടുപ്പത്തോടെ പങ്കെടുക്കാൻ പറ്റും. ഒരു ജീസസ് യൂത്തിലെ കുട്ടി എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ജീസസ് യൂത്തിലായിരിക്കുമ്പം ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. അവരെടുത്ത തീരുമാനം ഈശോയുടെ കൂടെ ഒരു 72 മണിക്കൂർ ഇരിക്കുക, വിവാഹത്തിൻ്റെ ഒരുക്കത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ. മറ്റുള്ളവരൊക്കെ റീൽസും ഒരുപാട് ഷോർട്സും ഒക്കെ നടക്കുമ്പം ഈ പെൺകുട്ടി മണിക്കൂറുകൾ എന്നോട് പറഞ്ഞ, വെച്ചാൽ ഞാനൊരു 10 ദിവസം കൊണ്ട് ഒരു 72 മണിക്കൂർ ഈശോയുടെ കൂടെ ഇരിക്കും. അതെൻ്റെ ഒരു നിയോഗമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം എൻ്റെ ഉള്ളിൽ ക്രിസ്തു സ്നേഹം ഇങ്ങനെ ആഴപ്പെട്ട് കഴിയുമ്പം അതെൻ്റെ കുടുംബ ബന്ധങ്ങളെ കൂടെ അനുഗ്രഹമാക്കുമെന്ന് വെളിച്ചം കിട്ടിയതിൻ്റെ പിൻബലത്തെ ഒന്നുറപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചപ്പം, ഒരു പ്രിയപ്പെട്ടവനോട് സംസാരിച്ചിരിക്കുന്ന, ഒരു പ്രണയിക്കുന്നവരോടൊപ്പം ഇരിക്കുന്ന അതേ സൗഹൃദത്തിൽ, അതേ സുഖത്തിൽ, ദിവികാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. തികഞ്ഞ സ്നേഹത്തോടെ നമുക്കും കുർബാനയോട് ചേരാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ കുർബാന എന്ന ഈ മഹാത്ഭുതത്തെ, സ്നേഹത്തിൻ്റെ കൂദാശയെ സ്നേഹത്തോടെ സമീപിക്കാൻ, സ്നേഹത്തോടെയല്ല സ്നേഹം മാത്രമായിട്ട് സമീപിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സ്നേഹം വറ്റിപ്പോകാൻ അനുവദിക്കരുത്. സ്നേഹരാഹിത്യങ്ങളോട് വിട പറയാൻ ഞങ്ങളെ സഹായിക്കണേ. സ്നേഹിച്ച് കുർബാനയായി മാറിയ ഈശോയെ, ഞങ്ങളെയും ഈ സ്നേഹത്തെ സ്വീകരിക്കാൻ, സ്നേഹത്തോടെ കുർബാനയിൽ പങ്കെടുക്കാൻ, സ്നേഹം പകരാൻ സഹായിക്കണേ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.